ഹലോ മിഗോസ്, മോട്ടോ ജി പി 2024 ഈ ഒരു സീസണിൽ മോട്ടോ ജി പി ഇപ്പോൾ ഏകദേശം ഒരു ഹാഫ് വേയിലെത്തി നിൽക്കുകയാണ്. അതായത് മൊത്തം 20 റേസസ് ഉള്ള മോട്ടോ ജി പി കലണ്ടറിൽ ഇപ്പോൾ ഏകദേശം 10 റേസസ് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തുള്ള റേസേഴ്സിൻ്റെ പോയിൻറ്റും അതേപോലെ ടീമിൻ്റെ ഒക്കെ പോയിൻറ്റുകൾ ഏതൊക്കെയാണെന്നും ഈ ഒരു സീസണിൽ ആരായിരിക്കും ചാമ്പ്യൻ ആവാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇറ്റ്സ് മീ റാങ്കോ, വെൽക്കം ബാക്ക്. മോട്ടോ ജി പി 2024 ഈ ഒരു സീസൺ നോക്കുകയാണെങ്കിൽ മൊത്തം 10 റേസസ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഖത്തർ ജി പി, പോർച്ചുഗീസ് ജി പി, അമേരിക്കാസ് ജി പി, സ്പാനിഷ് ജി പി, ഫ്രഞ്ച് ജി പി, കറ്റാലൻ ജി പി, ഇറ്റാലിയൻ ജി പി, ഡച്ച് ജി പി, ജർമ്മൻ ജി പി, അതേപോലെ ബ്രിട്ടീഷ് ജി പി. ഈ ഒരു 10 മോട്ടോ ജി പി റേസസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ ചാമ്പ്യനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഹോളി മാർട്ടിനാണ്. അതായത് ഡുക്കാറ്റി പ്രിമാക് റേസിങ്ങിൽ റേസ് ചെയ്യുന്ന ഹോളി മാർട്ടിനാണ് ഇപ്പോൾ ചാമ്പ്യനായിട്ട് നിൽക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ റേസേഴ്സിൻ്റെ പോയിൻ്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നിൽക്കുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചാമ്പ്യനായിട്ട് നിൽക്കുന്നത് ഹോളി മാർട്ടിൻ തന്നെയാണ്. 241 പോയിൻ്റ് ഉണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് പെക്കബാനിയ ഉണ്ട് 238 പോയിൻ്റ്. പിന്നെ എനിയ ബെസ്റ്റിനി 192 പോയിൻ്റ്, മാർക്ക് മാർക്കസ് 179 പോയിൻ്റ്, മവറിക് വിനാലസ് 130 പോയിൻ്റ്, പെട്രോ അക്കോസ്റ്റ 122 പോയിൻ്റ്, ബ്രാഡ് ബിൻഡ 114, ഫാബിയോ ഡി ജിനന്റോണിയോ 104, അലക്സ് എസ്പെർകാരോ 99, അലക്സ് മാർക്കസ് 92, മാർക്കോ ബെൽസക്കി 61, ഫ്രാങ്കി മോബിഡലി 61, മിഗൽ ഒലിവേര 51, ഫാബിയോ കൊട്ടറാറോ 49, റോൾ ഫെർണാണ്ടസ് 46, ജാക്ക് മില്ലർ 42, അലക്സ് ഫെർണാണ്ടസ് 15, ജോൻ സാർക്കോ 14, ജോൻ മിറർ 13, ടക്കക്ക നക്കഗമി 11, അലക്സ് റിൻസ് 8, ഡാനി പെട്രോസ 7. ഡാനി പെട്രോസ വൈൽഡ് കാർഡ് എൻട്രി ആണ്. പിന്നെ ലൂക്ക മറിനി 1 പോയിന്റും. പിന്നെ എസ് ബ്രാഡിൽ പോയിന്റൊന്നുമില്ല, വൈൽഡ് കാർഡ് എൻട്രി ആണ് എസ് ബ്രാഡിൽ. അതേപോലെ പോൾ എസ്പെർകാരോ, റെമി ഗാർഡനർ, അതേപോലെ തന്നെ ലോറൻസോ സവദോറി, ഇവരൊക്കെ വൈൽഡ് കാർഡ് എൻട്രീസ് ആണ്. ഇവർക്ക് പോയിന്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മളെ മോട്ടോ ജി പി റൈഡേഴ്സിൻ്റെ സ്റ്റാൻഡിങ്സ്. ഇനി ഇതിൽ നമ്മൾ പോഡിയംസ് നോക്കുകയാണെങ്കിൽ നമ്മളെ ചാമ്പ്യനായിട്ടുള്ള മാർട്ടിന് 15 പോഡിയംസ് ഉണ്ട്. അതായത് സ്പ്രിന്റ് റേസും നമ്മുടെ ഗ്രാൻഡ് പ്രിക്സ് റേസും കൂടി നോക്കുമ്പോൾ 15 പോഡിയംസ് ഉണ്ട്. അതിൽ 7 പോഡിയംസ് ഗ്രാൻഡ് പ്രിക്സ് റേസസും ആണ്. അതേപോലെ 8 പോഡിയംസ് സ്പ്രിന്റ് റേസും ആണ്. ഓക്കെ, അതിൽ മെയിൻ റേസിൽ 2 റേസ് വിക്ടറി ഉണ്ട്. അതേപോലെ സ്പ്രിന്റ് റേസിൽ 4 റേസ് വിക്ടറി ഉണ്ട്. അങ്ങനെ മൊത്തം 15 പോഡിയംസ് ഉണ്ട്. സ്പ്രിന്റ് റേസും ഗ്രാൻഡ് റേസും കൂടെ കൂടിയാണ്ട്. പിന്നെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പെക്കബാനിയക്ക് മൊത്തം 11 പോഡിയംസ് ഉണ്ട്, സ്പ്രിൻറ്റും ഗ്രാൻഡ് പ്രിക്സും കൂടെ കൂട്ടിയിട്ട്. അതിൽ 8 പോഡിയംസ് ഗ്രാൻഡ് പ്രിക്സും 3 പോഡിയംസ് സ്പ്രിന്റ് റേസും ആണ്. അതിൽ തന്നെ 6 ഗ്രാൻഡ് പ്രിക്സ് വിക്ടറീസ് ഉണ്ട്. അതേപോലെ 2 സ്പ്രിന്റ് വിക്ടറി ഉണ്ട്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ എനിയ ബെസ്റ്റിനിയാണ്. ബെസ്റ്റിനിക്ക് മൊത്തം 6 പോഡിയംസാണ് ഉള്ളത്. അതിൽ 5 ഗ്രാൻഡ് പ്രിക്സ് പോഡിയം, 1 സ്പ്രിന്റ് റേസ് പോഡിയമാണുള്ളത്. അതിൽ തന്നെ 1 വിക്ടറി ഉണ്ട്, ഗ്രാൻഡ് പ്രിക്സ് വിക്ടറി ഉണ്ട്. അതേപോലെ 1 സ്പ്രിന്റ് റേസ് വിക്ടറി ഉണ്ട്. ഇനി അടുത്ത് മാർക്കസ് നോക്കുകയാണെങ്കിൽ മാർക്കസിന് മൊത്തം 9 പോഡിയംസ് ഉണ്ട്. അതിൽ 4 പോഡിയംസ് ഗ്രാൻഡ് പ്രിക്സ് ആണ്. അതേപോലെ 5 പോഡിയംസ് സ്പ്രിന്റ് റേസും ആണ്. മാർക്കസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പണ്ടൊരു മേജർ ക്രാഷിന് ശേഷം മാർക്കസ് ഈ ഒരു സീസണിൽ നല്ലൊരു റിട്ടേൺ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4ാം സ്ഥാനത്തുണ്ട്. അത്യാവശ്യം പോയിൻറ്റ്സൊക്കെ ഉണ്ട്. വിചാരിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ ഡൗൺ ആവുകയാണെങ്കിൽ ചാമ്പ്യൻ ആവാനും സ്കോപ്പൊക്കെ ഉണ്ട്. മാർക്കസിന് അങ്ങനെ വിക്ടറീസ് ഒന്നുമില്ല, 3rd 2nd ഒക്കെ ആയിട്ട് കിട്ടിയത്. ഇനി മെവറിക് വിനാലസ് നോക്കുകയാണെങ്കിൽ മെവറിക് വിനാലസിന് മൊത്തം 5 പോഡിയംസ് ഉണ്ട്, 1 ഗ്രാൻഡ് പ്രിക്സും അതേപോലെ 4 സ്പ്രിന്റ് റേസ് പോഡിയമാണുള്ളത്. അതിൽ തന്നെ 1 ഗ്രാൻഡ് പ്രിക്സ് റേസ് വിക്ടറി ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സീസണിലെ റൂക്കി പെട്രോ അക്കോസ്റ്റൻ്റെ കുറേ മൂമെൻറ്റ്സ് ഒക്കെ ഈ ഒരു സീസണിലുണ്ടായിരുന്നു. നമ്മുടെ പണ്ടത്തെ മാർക്കസ് വലന്റീനോ റോസിനെ ഓർമ്മിപ്പിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഒരു റെപ്ലിക്ക എന്നുള്ള രീതിയിൽ ഇപ്രാവശ്യം പെട്രോ അക്കോസ്റ്റയും മാർക്കസും തമ്മിൽ കുറച്ച് റേസ് ക്ലാഷുകളൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഒരു ഹിസ്റ്ററിനെ ഓർമ്മിപ്പിക്കുന്ന രീതി. അപ്പോൾ പെട്രോ അക്കോസ്റ്റയ്ക്ക് മൊത്തം 5 പോഡിയംസാണ് ഉള്ളത്.
2 ഗ്രാൻഡ് പ്രിക്സ് പോഡിയം, അതേപോലെ 3 സ്പ്രിന്റ് റേസ് പോഡിയമാണുള്ളത്. പെട്രോക്വസ്റ്റ് അങ്ങനെ വിക്ടറീസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഉള്ളത് ബ്രാഡ്ബിൻ്റെ മൊത്തം 2 പോഡിയംസ് ആണുള്ളത്. 1 ഗ്രാൻഡ് പ്രിക്സും അതേപോലെ ഒരു സ്പ്രിന്റ് റേസ് പോഡിയമാണുള്ളത്. ബ്രാഡ്ബിൻ്റെക്കും അങ്ങനെ വിക്ടറീസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അലക്സിസ് എസ്പർഗാരോക്ക് 3 പോഡിയംസ് ഉണ്ട്, 3 സ്പ്രിന്റ് റേസ് പോഡിയംസ് ആണ്, വിക്ടറീസ് ഒന്നുമില്ല. അതേപോലെ അലക്സ് മാർക്കസിന് 1 പോഡിയമാണുള്ളത്, അത് ഗ്രാൻഡ് പ്രിക്സ് പോഡിയമാണുള്ളത്, ആകെ 1 പോഡിയം. അത് ഈ ഒരു സീസണിൽ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു, ഒരു ഹിസ്റ്ററി മൊമെൻ്റ്. അതായത് 2 ബ്രദേഴ്സ് ഒരുമിച്ച് ഒരു പോഡിയത്തിൽ വരണം. മാർക്കസും സെക്കൻഡും, അതേപോലെ ഈ അലക്സ് മാർക്കസ് തേർഡുമായിട്ട് ഒരു ഗ്രാൻഡ് പ്രിക്സ് പോഡിയത്തിൽ വന്നിരുന്നു. അതും ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻ്റ് ആയിരുന്നു. പിന്നെ മാർക്കോ ബെസ്സക്കിക്ക് 1 പോഡിയം ഉണ്ട്, ഒരു ഗ്രാൻഡ് പ്രിക്സ് പോഡിയം, വിക്ടറീസ് ഒന്നുമില്ല. പിന്നെ മിഗൽ ഒലിവേരയ്ക്ക് 1 പോഡിയം സ്പ്രിന്റ് റേസ് പോഡിയം ഉണ്ട്, വിക്ടറീസ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രിയിലെ ഡാനി പെട്രോസക്കും 1 പോഡിയം ഉണ്ട്, അതും സ്പ്രിന്റ് റേസിലെ പോഡിയാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു സീസൺ ഇത്ര ഹാഫ് വേയിൽ നിൽക്കുമ്പോഴുള്ള പോഡിയം കണക്കുകൾ, നമ്മുടെ വിക്ടറീസും പോഡിയത്തിൻ്റെ കണക്കുകൾ. ഇനി നമുക്ക് ടീമിൻ്റെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ളത് ഡുക്കാറ്റി ലെനോവോ ടീമാണ്, 430 പോയിൻറ്റോട് കൂടിയിട്ട്. സെക്കൻഡ് വരുന്നത് പ്രിമാക് റേസിംഗ് ആണ്, 302 പോയിൻറ്റ്. തേർഡ് വരുന്നത് ഗ്രസിനി റേസിംഗ് 271 പോയിൻറ്റ്. ഫോർത്ത് വരുന്നത് അപ്രിലിയ 229 പോയിൻറ്റ്. പിന്നെ വരുന്നത് നമ്മുടെ പട്ടാമിന എൻഡ്യൂറോ VR46 165 പോയിൻറ്റ്. പിന്നെ റെഡ് ബുൾ KTM ഫാക്ടറി ടീം 156 പോയിൻറ്റ്. അത് കഴിഞ്ഞിട്ട് റെഡ് ബുൾ ഗ്യാസ് ടെക് 3 റേസിംഗ് വരുന്ന അതിന് 137 പോയിൻറ്റ്. പിന്നെ ട്രാക്ക് ഹൗസ് റേസിങ്ങിന് 97 പോയിൻറ്റ്. യമഹ ഫാക്ടറി റേസിങ്ങിന് 57 പോയിൻറ്റ്. LCR ഹോണ്ട 25 പോയിൻറ്റ്. പിന്നെ റെസ്പോൾ ഹോണ്ട 14 പോയിൻറ്റ്. ഇനി നമ്മുടെ മാനുഫാക്ചറേഴ്സിൻ്റെ പോയിൻറ്റ് പട്ടിക നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഡുക്കാറ്റി തന്നെയാണ്. 352 പോയിൻ്റ് ഉണ്ട് ഡുക്കാറ്റിക്ക്. ഇത്രയും പോയിൻ്റ് കിട്ടാൻ വേറൊന്നുമല്ല, 8 റേസേഴ്സ് ഉണ്ട് ഡുക്കാറ്റി മാനുഫാക്ചർ. ഡുക്കാറ്റി ബൈക്സ് യൂസ് ചെയ്യുന്ന മൊത്തം 4 ടീമിലായിട്ട് 8 റൈഡേഴ്സ് റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 352 പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ പൊതുവെ ഇപ്പോൾ ഒരു ഡുക്കാറ്റി ഡോമിനേഷൻ ആയതുകൊണ്ട് ആണ് ഇവർക്ക് ഇത്രയും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന പോയിൻറ്റ്. പിന്നെ മാനുഫാക്ചറേഴ്സ് പട്ടികയിൽ 2ാം സ്ഥാനമുള്ളത് അപ്രിലിയാണ്. അപ്രിലിയയിൽ 4 റേസേഴ്സ് ഉണ്ട്, 2 ടീമുണ്ട്, 192 പോയിൻ്റാണ്. പിന്നെ അതിന് താഴെ ഉള്ളത് KTM ആണ്. KTMൽ 4 റേസേഴ്സ് ഉണ്ട്, 178 പോയിൻറ്റ്. പിന്നെ അതിന് താഴെ യമഹയിൽ 2 റേസേഴ്സ് 53 പോയിൻറ്റും. ഹോണ്ടയിൽ 2 ടീമിലായിട്ട് 4 റേസേഴ്സ് 26 പോയിൻറ്റും. ഈ ഒരു മാനുഫാക്ചറേഴ്സ് പോയിൻ്റ് ലിസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ ശരിക്കും നമ്മുടെ ജപ്പാനീസ് എറ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം MotoGPയിൽ. കാരണം ഇതുവരെ നമ്മൾ ഹിസ്റ്ററീസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ 2 കൊല്ലമല്ലാത്ത അതിൻ്റെ ബാക്കിലേക്കുള്ള ഹിസ്റ്ററീസ് കംപ്ലീറ്റ് നോക്കുകയാണെങ്കിൽ യമഹ, ഹോണ്ട, സുസുക്കി ഇവരൊരു ഡോമിനേഷൻ കാണായിരുന്നു. പൊതുവായിട്ട് നമുക്ക് ജപ്പാനീസ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു ഡോമിനേഷൻ എന്ന് പറയാം, അതായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രീവിയസ് 2 ഇയർ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ഇയറൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഒരു ഡുക്കാറ്റി ഡോമിനേഷനാണ് കാണുന്നത്. ഈ പ്രാവശ്യം ടീംസും അവർക്ക് കൂടുതലാണ് ഡുക്കാറ്റി മാനുഫാക്ചറേഴ്സിന്. അതുമല്ല നല്ല ഡോമിനേഷനാണ്. ഇപ്പോൾ സുസുക്കി പിൻവലിച്ച് പോയി, പിന്നെ ഉള്ളത് യമഹയും ഹോണ്ടയാണ് ജപ്പാനീസ് നോക്കുമ്പോൾ. അപ്പോൾ അവർ ഭയങ്കര ഡൗണാണ് ഇപ്രാവശ്യം, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഈ ഡുക്കാറ്റിയിൽ ഇടയിൽ കയറാൻ പറ്റുന്നത് അപ്രിലിയും അതേപോലെ തന്നെ നമ്മുടെ KTM. പക്ഷെ എന്നാലും അവർക്കും അത്ര മേജറായിട്ട് ഇതാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പോയിൻ്റ് ലിസ്റ്റൊക്കെ നോക്കുകയാണെങ്കിലും ഇപ്പോൾ പോയിൻ്റ് ലിസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് 10ൽ മെയിനായിട്ട് ഡുക്കാറ്റി തന്നെയാണ്. നമ്മുടെ ഹോളി മാർട്ടിനായാലും പെക്കവെന്യ, ബെസ്റ്റിനി, മാർക്കസ് ടോപ്പ് 4ഉം ഡുക്കാറ്റിയാണ്. പിന്നെ അതിന് താഴെ മെബ്രിക് വിനാലസ് വരുന്നുണ്ട് അപ്രിലിയൻ്റെ. അത് കഴിഞ്ഞിട്ട് 5ാം സ്ഥാനം മെബ്രിക്കും, 6ാം സ്ഥാനം നമ്മുടെ KTM ഗ്യാസിലെ പെട്രോക്വസ്റ്റ്. ഇവർ രണ്ടും ആണുള്ളത് 5, 6. പിന്നെ 7 ബ്രാഡ്ബിൻ്റെ KTMൻ്റെ ഫാക്ടറി റേസിങ്. 8 വീണ്ടും ഡുക്കാറ്റി തന്നെയാണ്, ഫാബിയോ ഡി ജിനന്റോണിയോ മറ്റേ നമ്മുടെ VR46 ടീം. 9 എപ്രിലിയ നമ്മുടെ അലക്സ് എസ്പെർഗാരോ. 10 വീണ്ടും KTM ഗ്രസിനി റേസിങ്ങിലെ അലക്സ് മാർക്കസ്. അപ്പോൾ നമ്മൾ ടോപ്പ് 10 റേസേഴ്സ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ അതിൽ
ആകെ 2 KTM 2 Aprilia ഉള്ളൂ. ബാക്കി 6 ആളും ഡുക്കാറ്റിയാണ്. അതിൽ തന്നെ ടോപ്പ് 4ഉം ഡുക്കാറ്റിയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് പറയാൻ പറ്റും, സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഇതൊരു പക്കാ ഡുക്കാറ്റി ഡോമിനേഷനാണ്. ഇപ്രാവശ്യം ഒരുപാട് ചെറിയ റൂൾ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ താഴെ നിൽക്കുന്ന മാനുഫാക്ചറേഴ്സിനെ കുറച്ച് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സുസുക്കിയൊക്കെ പിൻവലിച്ച് പോയി. അപ്പം അതേപോലെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി റൂൾസ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പോയിന്റിൽ താഴെ നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ കൂടുതൽ ടെസ്റ്റുകളും കാര്യങ്ങളും ടയേഴ്സൊക്കെ കുറച്ചും കൂടെ യൂസ് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം. പക്ഷേ എന്നിട്ടും യമഹക്കും ഹോണ്ടയ്ക്കൊന്നും വില പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഈ ഒരു സീസൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെയും ഏപ്രിലിയും KTM ഒക്കെയാണ് പിന്നെയും വിലതിക്ക് കയറുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീസണിൽ ഉള്ളത്, പോയിൻറ്റ്സും കാര്യങ്ങളും സ്റ്റാൻഡിങ്സൊക്കെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്രാവശ്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ടോപ്പ് 4ഉം വേണമെങ്കിൽ ചാമ്പ്യൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതിൽ തന്നെ മെയിനായിട്ട് നമ്മുടെ ഒളി മാർട്ടിനും പെക്കവാനിയയും നല്ല ഫോമിലാണ്. ഇപ്പോൾ അതിന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ജസ്റ്റ് 3 പോയിൻറ്റ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ രണ്ടാളും തമ്മിൽ. ഏതൊരു റേസിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാമ്പ്യൻസ് മാറാൻ പറ്റും. പിന്നെ ഉള്ളത് നമ്മുടെ അതിൻ്റെ താഴെ എനിയ വെസ്റ്റിനീന് ഉണ്ട് 192 പോയിൻ്റ്, എനിയക്കും കയറാൻ പറ്റും. പിന്നെ മാർക്കസിനും 179 എന്നാലും ബാക്കിയുള്ളവർ ഡൗൺ ആവുകയാണെങ്കിൽ മാർക്കസിനും ആണെങ്കിൽ സ്കോപ്പ് ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഒരു 2024 MotoGP സീസണിൽ ആർക്കാണ് ചാമ്പ്യൻ ആവാൻ കൂടുതൽ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നത്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ റാങ്കോ സൈനിങ് ഔട്ട്. ബൈ.